കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് കുറച്ച് കായൽ പള്ളത്തി കിട്ടിയിട്ടുണ്ട്. ഇതാ, അപ്പോൾ ഇന്ന് ഇത് മാങ്ങയുണ്ട്, മാങ്ങ ഇട്ട് വെക്കാമെന്ന് വെച്ചു. അതിനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പള്ളത്തി കഴുകി വെച്ചിട്ടുണ്ട്, മാങ്ങ അരിഞ്ഞെടുക്കണം, തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വറുക്കാനായിട്ട് മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചെടുത്തിട്ട് വരാം. തേങ്ങയിലിടാനുള്ള സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അരക്കാം. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി. നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് തേങ്ങ അരക്കാൻ പോണ ഗ്യാപ്പിൽ കുറച്ച് വറുക്കാനായിട്ട് വെക്കാം. പള്ളത്തിയൊക്കെ ഇപ്പോൾ അപൂർവമായിട്ടാണ് കിട്ടുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ? ഇത് എൻ്റെ അനിയത്തി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. അന്ന് കുറച്ചെടുത്ത് വറുത്തു, ബാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് കറിക്കുള്ള അരപ്പ് കൂട്ടാം. പള്ളത്തി എടുത്തിടാം. പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, മാങ്ങ, അരപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, ആവശ്യത്തിന് ഉപ്പ്. ഇവിടുത്തെ കുരുപ്പുകൾ കിടന്ന് ഉറങ്ങണുണ്ട്. രാവിലെ മൊത്തം ബഹളമായിരുന്നു. ബഹളം കഴിഞ്ഞത് പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങണതായി കാണുന്നത്. ഉറക്കത്തിലും തല്ലി പിടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? അതാ ഒരു കുരുപ്പ് ദേ നിൽക്കണം, കണ്ട, പുറത്തിറക്കാനുള്ള വലിയ ഇറങ്ങിപ്പോകും. ഇവിടെ വന്നേ സ്നോബി, ഇവിടെ വാ, ഇവിടെ വാ. എവിടെ പോവാന്ന് ദൈവത്തിനറിയാം. ഇത് അവക്കടെ അമ്മ ലോക്കി. ലോക്കി മീമേണോ? ലോക്കിക്ക് മീമി മീമി ഉള്ളിൽ ഇറങ്ങി പോണുണ്ടോ? സ്നോബി ഇവിടെ വാ, ഇവിടെ വാ. ഇതാണ് ലോക്കിയുടെ മൂത്ത പുത്രി. ഞങ്ങൾ മുത്തെന്ന് വിളിക്കും. മുത്തേ. മീനിൻ്റെ മണം കേട്ട എല്ലാവരും അടുക്കളയിൽ ചുറ്റിപ്പറ്റി നടക്കും. അതാ ഉറങ്ങിക്കിടന്ന് ഞങ്ങളൊക്കെ എണീറ്റ് വന്നിട്ടുണ്ട്. ലോക്കേ, അതാണ് ചോട്ടു. അത് ഭയങ്കര സാധനം. ഇല്ല, കുശുമ്പിൻ്റെ അങ്ങേയറ്റം കുശുമ്പുള്ള ആളാണ്. ഇതേ അതാണ് ചോട്ടു. മക്കളുടെ പേരാണ് സിംബ. സിംബേ, സിംബ പെണ്ണെ. ഇനി ഒരാളും കൂടി ഉണ്ട്, സ്നോബി. എങ്ങോട്ട് പോയത്? സ്നോബി എങ്ങോട്ട് പോയി? ഇവിടെ ഉണ്ട്. ഇതാണ് സ്നോബി. ഇപ്പോൾ ഒരു തല്ലുപിടുത്തം കാണാം. മുത്തിന് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ തിന്നണത്. തേങ്ങ ചിരണ്ടിയപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി, അവളത് തിന്നുക. അത് നമുക്ക് മീൻ എന്തായെന്ന് നോക്കാം. മീൻ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പണ്ടൊക്കെയാണ് ഇത് കുറേ കഴിച്ചിട്ടുള്ളത്. പള്ളത്തിയൊക്കെ ഞങ്ങൾ തോട്ടിൽ നിന്നൊക്കെ അമ്മൂമ്മയൊക്കെ മുങ്ങി പിടിക്കുമായിരുന്നു. പള്ളത്തി, കറുപ്പ്, ബ്രാല്. ഇപ്പോൾ ഇതൊക്കെ അപൂർവമായിട്ടാണ് കാണുന്നത്. ഇത് പുതിയാവിൽ അനിയത്തി താമസിക്കുന്ന പുതിയാവിലാണ്. അവിടെ നിന്ന് കൊണ്ടുവന്നതായത്. നമുക്ക് ഉപ്പിട്ട് തേച്ചെടുക്കേണ്ട ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ പിള്ളേരൊന്നും ഇത് പള്ളത്തിൽ കണ്ടിട്ട് പോലുമില്ല. ആദ്യമായിട്ടാണ് ഈ മീൻ കാണുന്നത് തന്നെ. വെള്ളത്തിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. കറി നമുക്ക് അടുപ്പിൽ വെക്കാം.
തിളച്ച് കഴിയുമ്പോൾ മൂടി എടുത്ത് മാറ്റാം. കറി നന്നായിട്ട് വെട്ടി തിളക്കുന്നുണ്ട്. നമുക്കിത് താളിക്കാനുള്ള ഉള്ളി അരിഞ്ഞെടുക്കാം. അപ്പോൾ കറി താളിക്കാനുള്ള ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാവട്ടെ, നമുക്ക് താളിച്ചെടുക്കാം. റെഡിയായി ഇറക്കി വെച്ചേക്കണം. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അല്പം കടുക്, കടുക് പൊട്ടിത്തീർന്ന് നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. പതുക്കെ ഒന്ന് വാടിയാൽ മതി, ഒരീച്ചെടുക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇത് അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി തരുമ്പോഴുള്ള ടേസ്റ്റ് നമ്മളിപ്പോൾ ഉണ്ടാക്കുമ്പോൾ ഉണ്ടോ അറിയില്ല. ഏതായാലും ചെയ്തു നോക്കാം. അപ്പോൾ നിങ്ങളും ഇതേപോലെ മീൻ കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ടോ ഇത്? കായലുള്ളിടത്താണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് വള്ളത്തിൽ. കായലെല്ലാം നികത്തി നേരം കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ നമുക്ക് താളിച്ച് കഴിഞ്ഞ് ഇനി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി താളിച്ചിട്ടുണ്ട്. കൊഴുവയും മാങ്ങയും റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ശുഭദിനം നേരുന്നു.